ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക്, നിങ്ങളുടെ S3 സെമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു കോർ സബ്ജക്റ്റാണ്. കോർ എന്ന് പറയാൻ ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസും നിങ്ങൾ നോക്കിക്കോ, വെദർ ഇറ്റ് ബി ഗേറ്റ്, അതല്ല ഏതെങ്കിലും PSUസിന്റെ എക്സാംസുകളാണോ, PSCയുടെ എക്സാംസുകളാണോ, ഏത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഉണ്ടോ, അവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന ടോപ്പിക്ക് ഉറപ്പായിട്ടുണ്ടാവും. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് സിവിൽ എഞ്ചിനീയറിംഗിന് മാത്രമല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും പഠിക്കാനുണ്ട്. പക്ഷെ രണ്ട് സ്ട്രീമിനും ബേസിക്കലി കുറെ കാര്യങ്ങൾ സിമിലർ ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പൊതുവെ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ഓപ്പൺ ചാനൽ ഫ്ലോസിനാണ്. എന്താണ് ഓപ്പൺ ചാനൽ ഫ്ലോ? ഇപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പുഴയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അല്ലെ, അതൊരു ഓപ്പൺ ചാനൽ ഫ്ലോ. ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന നേരത്ത് അതിന്റെ ഒരു ഭാഗം അറ്റ്മോസ്ഫിയർക്ക് ഓപ്പൺ ആയിരിക്കണം, ബാക്കി 3 ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും പുഴ ഒഴുകുമ്പോഴോ അല്ലെങ്കിൽ കനാലിൽ കൂടെ വെള്ളം ഒഴുകുക, അല്ലെങ്കിൽ ഡാമിലൂടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക, അത് ഒഴുകി വരുന്ന വഴി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. വേറെ മെക്കാനിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഫ്ലോ ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോ അല്ല, ക്ലോസ്ഡ് പൈപ്പിലൂടെയുള്ള ഫ്ലോ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഏതായിരുന്നാലും ബേസിക്കലി ഏറ്റവും ബേസിക് ആയ ഫ്ലൂയിഡിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് എല്ലാവർക്കും സെയിം ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്റ്റാറ്റിക് നേരത്തുള്ള അതിന്റെ അവസ്ഥകൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സിമിലർ ആണ്. അപ്പൊ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സിവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റേയും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരൊറ്റ പേപ്പർ ഉണ്ടാവും, പിന്നെ സപ്ലിമെന്ററി ഉണ്ടാവാം. യെസ്, സപ്ലിമെന്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടാവാം അല്ലെ. അപ്പൊ നമ്മൾ ഈ 2024 സ്കീം പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് റെഗുലർ എക്സാം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിനെ റിലൈ ചെയ്യാം. കാരണം ഒരു പരിധി എന്ന് പറയാൻ കാരണം അത് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. കാരണം ഒരുപാട് ടോപ്പിക്കുകളിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്ജക്റ്റിന്റെ ഇതിന്റെ സിലബസും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. അതിന്റെ കോഡ് എന്ന് പറയുന്നത് PCCET 302. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പേര് ഫസലുദ്ദീൻ എന്നാണ്. ഞാൻ ഇവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുക്കലാണ് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പോവാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ് കോഴ്സിന്റെ പേര്. കോഴ്സിന്റെ കോഡ് ഓർത്തു വെക്കണം എന്നില്ല, എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക. ഇത് പതിവ് പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇന്റേണൽ മാർക്സ്, കണ്ടിന്യൂസ് ഇന്റേണൽ മാർക്സ്. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് 40 മാർക്കാണ് നിങ്ങൾക്ക് ഇന്റേണൽ ഉണ്ടാവുക. ആഴ്ചയിൽ നിങ്ങൾക്ക് 3 അവർ ലെക്ചറും 1 അവർ ട്യൂട്ടോറിയൽ, ചിലപ്പോൾ 4 പീരീഡോ അല്ലെങ്കിൽ 5 പീരീഡോ നിങ്ങൾക്ക് ആഴ്ചയിൽ ക്ലാസ് ഉണ്ടാവണം ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ. സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 60 മാർക്കിനാണ് ഉണ്ടാവുക. ക്രെഡിറ്റ്സ് നോക്കിയേ, 4 ക്രെഡിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ സബ്ജക്ട്. നിങ്ങളുടെ SGPAയും അതുവഴി CGPAയും നന്നായിട്ട് ബാധിക്കുന്നതാണ് ഈ 4 ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്ട്. അപ്പൊ 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടിയാൽ അത് നിങ്ങളുടെ SGPAയും അത് തുടർന്ന് നിങ്ങളുടെ CGPAയും വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി എക്സാം അവർ 2.5 മണിക്കൂറാണ്. പ്രീ റെക്വസിറ്റ്സ്, അതായത് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും ഒരു പ്രീ റെക്വസിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ സബ്ജക്റ്റിന്റെ നോളജും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന അർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് GCEST 103. GCEST 103 എന്ന് പറയുന്ന സബ്ജക്ട് ഇത് എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അത്ര ഡെപ്തിൽ വേണമെന്നൊന്നുമില്ല.
ഇപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ചില ഏരിയകൾ, ഇപ്പൊ നമുക്ക് ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ ഈ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഇതിന്റെ ഡെറിവേഷൻ വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ബേസിക്കലി ഇതിപ്പോ നിങ്ങൾക്ക് ഒരാൾക്ക് ഇപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നേരെ തിരിച്ച് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അത്രക്ക് അങ്ങോട്ട് അറിയില്ല എന്ന് വിചാരിച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സ് ചിലപ്പോൾ പെട്ടെന്ന് തലയിൽ കയറാം, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റാം. ചില ഏരിയകളുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കൺസെപ്റ്റ് അറിയേണ്ടത്, അത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് എടുത്തരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ അത് ഒന്നും കൂടെ ഇവിടെ എടുത്തരും, ഫ്രഷ് ആയിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു റിക്വസിറ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണെന്നുള്ളത്. എന്താണ് നമ്മുടെ കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ടു ഫെമിലിയറൈസ് ദി ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ഇൻ പൈപ്സ് ആൻഡ് ഓപ്പൺ ചാനൽ, പ്രഷർ മെഷർമെന്റ് ആൻഡ് ഫ്ലോ മെഷർമെന്റ്. നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക്സുമായി, അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സ് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് കാര്യങ്ങളും, ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് അത് എയറിന്റെയും അതുപോലെ വാട്ടറിന്റെ ഒക്കെ ഫ്ലോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. എവിടെയൊക്കെ? പൈപ്സിലൂടെയുള്ള ഫ്ലോ. ഇതും നിങ്ങൾക്ക് പഠിക്കാണ്ട് ഓപ്പൺ ചാനൽ ഫ്ലോ, അതാണ് നിങ്ങളായിട്ട് മെയിൻ ആയിട്ട് വരുന്ന നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ. പ്രഷർ മെഷർമെന്റ്, എങ്ങനെയാണ് ഫ്ലൂയിഡിന്റെ പ്രഷർ മെഷർ ചെയ്യുക, അതുപോലെ ഫ്ലോയുടെ മെഷർമെന്റ്, ആ ഫ്ലോ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ അതിന്റെ എനർജിയുടെ കാര്യവും അതിന്റെ വെലോസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നല്ലേ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ് ഫ്ലൂയിഡിൽ വരിക. ഫ്ലൂയിഡിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡും വരും, അതുപോലെ എന്തും വരും, ഗ്യാസും വരും. ഇത് രണ്ടും തന്നെയാണ് ഫ്ലൂയിഡാണ്. പൊതുവെ എല്ലാവരും ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക എന്താ, ലിക്വിഡ് എന്നാണ് അല്ലെ. ലിക്വിഡ് എന്താണ്, ഫ്ലൂയിഡ് തന്നെയാണ്. അതോടൊപ്പം എന്താണ്, ഗ്യാസും ഒരു ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്, ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും മെക്കാനിക്സ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇനി വേറൊരു മാറ്റർ ഏതാ, സോളിഡ് ആണുള്ളത്. സോളിഡിന്റെ മെക്കാനിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, MOS എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങൾ പഠിച്ചല്ലേ. അപ്പൊ അതിന്റെ മെക്കാനിക്സ് നിങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് ആണ്. ആ ഫ്ലൂയിഡിൽ നമ്മൾ ലിക്വിഡും ഗ്യാസും കൂടെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. ഫ്ലൂയിഡിൽ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന ജനറൽ ലോസുകൾ, നിയമങ്ങൾ, അത് ലിക്വിഡിന് മാത്രമല്ല എന്തിനും കൂടെ ബാധകമാണ്, ഗ്യാസിനും കൂടെ ബാധകമാണ്. അത് ചില PSC എക്സാംസിനൊക്കെ ഈ ഒരു നിയമങ്ങൾ തന്നിട്ട് ഇത് ലിക്വിഡിനാണോ ബാധകം, അതല്ല അത് ഗ്യാസിനാണോ, അതല്ല ബോത്ത് ഓഫ് ദീസ് ആണോ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവെ എല്ലാവരും ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് എന്നുള്ള മനസ്സിൽ ധരിച്ചിട്ട് അത് ലിക്വിഡിന്റെ ഓപ്ഷൻ കൊണ്ടുപോയി ആൻസർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴേ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് രണ്ടും, ലിക്വിഡിനെയും അതുപോലെ ഗ്യാസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് പ്രഷർ മെഷർമെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ഫ്ലോ മെഷർമെന്റുകൾ എങ്ങനെയാ, പൈപ്സിൽ ഓപ്പൺ ചാനലൊക്കെ എന്താ, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ നമ്മൾ വൃത്തിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. ഓക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്താ? ലിക്വിഡും ഗ്യാസും ഇതിന്റെ പഠനങ്ങൾ നമ്മൾ നടത്തുന്നതിന്റെ അത്യാവശ്യത പറഞ്ഞാൽ ഒരുപാട് ഏരിയകളുണ്ട്. ഒരുപാട് ഏരിയ പറഞ്ഞാൽ തീരാത്തത്ര ഏരിയ ഉണ്ട്. ഈവൻ നമ്മളൊരു സ്പേസിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുമ്പോൾ പോലും അത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ പിയേഴ്സ് ചെയ്തിട്ട് പോകണം. എയറിനെതിരെയുള്ള ഫ്രിക്ഷന് കാര്യങ്ങൾ, അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ, അവിടെ ഉണ്ടാവുന്ന പ്രഷർ ഗ്രേഡിയന്റ് എന്താണ്, അങ്ങനെ അവിടെ വരെ ആ ഒരു ലെവലിൽ വരെ എന്തുണ്ട്, അവിടെ നമ്മൾ ഇതിന്റെ പഠനം നമുക്ക് ആവശ്യമാണ്, ഈവൻ ഫോർ സ്പേസ് എക്സ്പ്ലോറേഷൻ. അപ്പൊ ഭൂമിയിൽ തന്നെ ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട്. എക്സ്ട്രീം കേസ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ വി വിൽ സീ വാട്ട് ആർ ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അധികം പഠിക്കുക ക്ലോസ്ഡ് പൈപ്പ് കൂടെയാണ്. ഓക്കെ, അപ്പൊ പല മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെയും ഡിസൈനിങ്ങിന് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് വേണം. പമ്പ്, ടർബൈൻസ്, IC എൻജിൻസ്, ഇതൊക്കെ വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം. ഇനിയും വേണമെങ്കിൽ പലതും പഠിക്കാം. നമുക്ക് പൈപ്പിലൂടെയുള്ള ഫ്ലോ, ഡാം കൂടെ, പെൻസ്റ്റോക്ക് കൂടെയുള്ള ഫ്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഡിസൈൻ ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ സിവിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിവിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ എന്താന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന്റെ ഡിസൈനിങ്,
ഇപ്പോൾ വെള്ളം വന്ന് കെട്ടി നിൽക്കുമ്പോൾ വെള്ളം കാരണത്താൽ ഉണ്ടാകുന്ന പ്രഷർ എത്രയാണ്, അത് മെഷർ ചെയ്യാനുള്ള മെത്തേഡൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ ആ ഡാമിൽ വരുന്ന വെള്ളം അത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്ത് നിൽക്കണം, ആ പ്രഷർ ഫോഴ്സിന്റെ കാൽക്കുലേഷൻ, എവിടെയാണ് ആ സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഇത്യാദി പല രീതിയിലുള്ള നമുക്ക് ഡിസൈനിങ്ങിന് എന്ത് വേണ്ടി വരും, നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് വേണ്ടി വരും. നോക്കിക്കോ, ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇസ് എസെൻഷ്യൽ ഫോർ ഡിസൈനിങ് ആൻഡ് അനലൈസിങ് hydraulic systems including dams, canals, pipelines. It also helps with designing structures that can withstand the forces of wind and water, as well as understanding the diffusion of pollutants. ഈ diffusion of pollutants നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ KT-യുടെ ഈ സിലബസിൽ നിങ്ങൾക്ക് ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. ഓക്കെ, പക്ഷെ ജനറലി നമുക്ക് ആ ഡിഫ്യൂഷൻ ഗ്യാസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന്റെ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ആ ഡിഫ്യൂഷൻ പ്രോസസ്സിലും എന്ത് ചെയ്യാം, നമുക്കത് അപ്ലൈ ചെയ്യാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഫോർ ഡിസൈനിങ് എയർക്രാഫ്റ്റ്, എയറോസ്പേസ് വെഹിക്കിൾസ്, അണ്ടർസ്റ്റാൻഡിങ് എയറോഡൈനാമിക്സ് ആൻഡ് ലിഫ്റ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ കുറെ പറഞ്ഞു, റോക്കറ്റിന്റെ സ്പേസ് എക്സ്പ്ലോറേഷന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ വരെ ഞാൻ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? അങ്ങനെ വിവിധ തരം ഏരിയാസിലെ ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഒരു മൈന്യൂട്ട് ഏരിയ പോലും പല ഏരിയകൾ ഇപ്പോഴും റിസർച്ചിന്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഏരിയാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുക. നിങ്ങളുടെ ഗേറ്റ് എക്സാമിനായിക്കോട്ടെ, വേറെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനായിക്കോട്ടെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ സിലബസിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അല്ലെ, ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് ആണ്. അതിൽ ഫ്ലൂയിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട എന്താ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫ്ലൂയിഡിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ആ ഫ്ലൂയിഡ് ചലിക്കുക. അത് ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ, രണ്ടിനും ആ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഫ്ലൂയിഡിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകൾ, ബേസിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്യും. പിന്നെ അതിൽ വരുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ വെള്ളത്തിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ലിക്വിഡ് ഫോമിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ടർ പോലെയല്ല നമ്മുടെ മനുഷ്യന്റെ ചോര അല്ലെ, മനുഷ്യന്റെ ചോര കുറച്ചുകൂടെ കട്ടിപ്പുണ്ടാവും. അതുപോലെയല്ല തേൻ ഒരു ലിക്വിഡാണ് അല്ലെ. പക്ഷെ അതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ വാട്ടറും തേനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ വിസ്കോസിറ്റി, അതിന്റെ ഫ്ലോയുടെ നേച്ചർ, കുറെ കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഫ്ലൂയിഡ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ അപ്പോൾ പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നാണ്. എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിന് മോഷൻ ഒന്നുമില്ല. ഫ്ലൂയിഡിന് മോഷൻ ഒന്നുമില്ല. ഫ്ലൂയിഡ് റെസ്റ്റ് പൊസിഷനിലാണ്. അങ്ങനെ റെസ്റ്റ് പൊസിഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുളത്തിലെ വെള്ളം ആസ് സച്ച്, ഒരു കുളം ഒരു സ്റ്റാറ്റിക് എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ പറയാൻ പറ്റും. ചെറിയൊരു അളവിൽ ഉറവുണ്ടാവും, സൈഡിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നത്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുളത്തിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റിക് ആണ്. ഞാൻ ഒരു ഡ്രമ്മിൽ ഞാൻ വെള്ളം എടുത്തു, അല്ലെങ്കിൽ വെള്ളം എന്ന് ഞാൻ പറയണത് പൊതുവെ ഫ്ലൂയിഡ് എന്നുള്ള അർത്ഥത്തിൽ, ലിക്വിഡ് എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. അത് എന്തും ആവാം, ഈവൻ ഗ്യാസും ആവാം. അത് മൂവ്മെന്റ് ഇല്ലാതെ ഒരു കണ്ടെയ്നറിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക് എന്താണ് പൊസിഷൻ എന്നാ പറയാ. അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിന്റെ പഠനത്തിന് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ മൊഡ്യൂളിൽ പഠിക്കുക ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആണ്. അതിൽ ഫ്ലൂയിഡിന്റെ പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്താണ് പാസ്കൽ ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, ഈ പാസ്കൽ ലോയുടെ ഡെറിവേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോയുടെ ഡെറിവേഷൻ, ഇതൊക്കെ ഉണ്ട്. ഇത് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിക്കണമെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഡെറിവേഷൻ ഉണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. അത് ചോദിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. വേണമെങ്കിൽ അത് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. അപ്പൊ നമ്മൾ അതൊക്കെ പഠിക്കും. അതിന്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്താ, ഫ്ലൂയിഡിന്റെ പ്രഷർ യൂസിങ് മാനോമീറ്റർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. മാനോമീറ്റർ തന്നെ പല ടൈപ്പ് മാനോമീറ്റർ ഉണ്ട്.
സിമ്പിൾ മാനോമീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഉണ്ട്. ആ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിൽ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സിമ്പിൾ മാനോമീറ്റേഴ്സിലും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അതിൽ അവർ പറയുന്നുണ്ട്, നോക്കിയേ, ഇൻക്ലൂഡിങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനമാണ് വേണ്ടത്. അപ്പൊ മിക്കവാറും മൊഡ്യൂൾ 1-ൽ നിന്ന് നമുക്ക് എസ്എ പാർട്ടിന് ന്യൂമറിക്കൽ ആയിട്ട് അത് ചോദിക്കാം. പിന്നെ മെക്കാനിക്കൽ ഗേജസ്, പ്രഷർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഗേജുകളാണ്. അതിന്റെ ജസ്റ്റ് ബേസിക് ഐഡിയ നമുക്ക് അറിഞ്ഞാൽ മതി, അതും നമുക്ക് ജസ്റ്റ് ബേസിക്കലി പറയാം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, മൊഡ്യൂൾ 1-ൽ നിന്ന് എസ്എ പാർട്ട് മിക്കവാറും ഈ മാനോമീറ്റേഴ്സിന്റെ പ്രോബ്ലംസ് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2-ൽ നോക്കിയേ. മൊഡ്യൂൾ 2-ൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൂയിഡിന്റെ ടോട്ടൽ പ്രഷർ എങ്ങനെയാണ്, അതുപോലെ സെന്റർ ഓഫ് പ്രഷർ എവിടെയാണ് ഫ്ലൂയിഡിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അത് ചിലപ്പോൾ ഒരു ബോഡി നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ വെർട്ടിക്കലി നിൽക്കുക, ചെരിഞ്ഞ് നിൽക്കുക, അങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ പല കേസസുകളുണ്ട്. അതിലും ഇവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പല ഡിഫറെന്റ് കേസസുകളുണ്ട്. ആ കേസസ് ഒക്കെ പഠിക്കണം. പ്രഷറിന്റെ വാല്യൂ കാണുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് വേണം. ഇത് ശരിക്കും ഇതും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. മൊഡ്യൂൾ 1-ഉം 2-ഉം. ആ 2-ന്റെ അടുത്തൊരു ഭാഗമാണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ. ബോയൻസി ഒക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മുമ്പേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ബോയൻസി ഫ്ലോട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ, സെന്റർ ഓഫ് ബോയൻസി എന്താണ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് അനലിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ് കൂടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിൽ കണ്ടോ, ഇൻക്ലൂഡ് ഡെറിവേഷൻ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്താ, അതെല്ലാം ഒരു ബോഡി സബ്മർജ്ഡ് ആയിട്ട് ഒരു ഫ്ലൂയിഡിൽ മൊത്തം മുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഫ്ലൂയിഡ് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം. അതിൽ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ആണെങ്കിൽ അവിടെ എന്താണ് അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ. അതല്ല ഒരു ഫ്ലൂയിഡിന്റെ മുകളിൽ കൂടെ ഇത് ഒഴുകുകയാണെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ. ഇതൊക്കെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഫസ്റ്റ് 2 മോഡ്യൂൾ. ഇതിൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് 2 മോഡ്യൂളും കൂടിയതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരുടെ ഫസ്റ്റ് മോഡ്യൂൾ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് മോഡ്യൂൾ അവർക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട്, അതും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മൊഡ്യൂൾ 1-ഉം 2-ഉം കമ്പൈൻ ചെയ്തിട്ടാണ്, അവരുടെ മൊഡ്യൂൾ നിങ്ങളുടെ മൊഡ്യൂൾ 1-ഉം 2-ഉം കമ്പൈൻ ചെയ്തിട്ടാണ് അവർക്കുള്ള മൊഡ്യൂൾ 1 മാത്രം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അവർക്ക് എത്രത്തോളം കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം ഇപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെ നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻ വരിക. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഓർ എന്ന് പറഞ്ഞിട്ട് ബോയൻസിയുടെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും മൊഡ്യൂൾ 2-നും വരാൻ കൂടുതൽ സാധ്യത. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ടാവും. ഇതിൽ തന്നെ ഈ മൊഡ്യൂൾ 3-ൽ തന്നെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്. എന്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിന്റെ പഠനമാണ്. എങ്ങനത്തെ ഫ്ലൂയിഡ്? മൂവ്മെന്റ് ഉള്ള ഫ്ലൂയിഡ്. നേരത്തെ നമ്മൾ മൊഡ്യൂൾ 1-ലും 2-ലും നമ്മൾ പഠിച്ചത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആണ്. മൂവ്മെന്റ് ഇല്ലാത്ത ഫ്ലൂയിഡിന്റെ അതിന്റെ പ്രഷർ മെഷർമെന്റും മറ്റേ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസ് കാണലും ഇതൊക്കെയാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പഠിക്കുന്നത് എന്താ? മൂവ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻ മോഷൻ, അതിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസുകൾ പഠിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പഠിക്കുക. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ എന്താ പഠിക്കുന്നത്? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നതും സെയിം പരിപാടി തന്നെയാണ്. മോഷനിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, അതിന്റെ മറ്റുള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സിലുള്ളത്. അപ്പൊ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ
ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ഒരു ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണ്ടേ, ഒരു ഫോഴ്സിന്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഒരു ഫോഴ്സിന്റെ ചേഞ്ച് ഫോഴ്സസ് ഉണ്ടാവും. അത് കാരണത്താലാണ് ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അത് മൂവ്മെന്റിന് കാരണക്കാരനായിട്ടുള്ള ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. അവിടെ എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവാം, ഫോഴ്സിന് ഡിഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവാം, എന്തോ ഉണ്ടാവാം. അത് കാരണത്താലാണ് ആ ഫ്ലോ നടക്കുന്നത്. പക്ഷെ ആ ഫ്ലോ നടക്കാൻ കാരണക്കാരായിട്ടുള്ള ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. എവിടെ? ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ. എന്നാൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആവുമ്പോൾ എന്താ സംഭവം? ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആവുമ്പോൾ ആ മൂവ്മെന്റ് നടക്കാൻ കാരണക്കാരായിട്ടുള്ള ഫോഴ്സിനെ കൂടെയും നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി. മറ്റേതെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോഴ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ കോംപ്ലക്സ് ആവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ ഫോഴ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാതിരുന്നാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ വെലോസിറ്റിയോ അതിന്റെ ആക്സിലറേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കുറച്ചും കൂടെ സിമ്പിൾ ഫോംസിൽ നമുക്ക് കിട്ടും. ക്ലിയർ? നമ്മൾ ഫോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആവും. പക്ഷെ റിയൽ കേസിലുള്ള പ്രോബ്ലംസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കൈനമാറ്റിക്സ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ഫോഴ്സിന്റെ ടേം കൂടെ ഇറക്കിയാൽ ഡൈനാമിക്സ് ആയി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ. അപ്പൊ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പല ടൈപ്പ് ഫ്ലൂയിഡ് മോഷൻസ് ഉണ്ട്. ലഗ്രാഞ്ചിയൻ, ഓയിലേറിയൻ ഫ്ലോസ്, അതിനെക്കുറിച്ച് എന്താണെന്ന് പഠിക്കുക. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻസ്, വെലോസിറ്റിയും ആക്സിലറേഷനും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിലാണ്. ഇൻക്ലൂഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, വെലോസിറ്റി, പൊട്ടൻഷ്യൽ എന്താണ്, സ്ട്രീം ഫംഗ്ഷൻ എന്താണ്, ആൻഡ് ഫ്ലോ നെറ്റ് എന്താണ്. ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാധനം സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ അതേപോലെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലം വരുന്ന ഏരിയയാണ് വെലോസിറ്റി, പൊട്ടൻഷ്യലും അതുപോലെ സ്ട്രീം ഫംഗ്ഷൻ. ക്ലിയർ? പിന്നെ ഫ്ലോ നെറ്റ് എന്താണ് കൺസെപ്റ്റ് എന്ന് പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് വരാൻ ഏരിയ വരുന്ന ചാൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 and 3 ഡയമെൻഷനിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷന് ന്യൂമറിക്കൽ പ്രോബ്ലം വളരെ എളുപ്പമാണ്. വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം, നല്ല എസ്എ പാർട്ടിൽ വരാൻ പാകത്തിൽ വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെയാണ് ഇതും എസ്എ പാർട്ടിന് വരാൻ തക്ക കോലത്തിലുള്ളതാണ്. നമ്മൾ ആ മൊഡ്യൂൾ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതുപോലെ ഫ്ലൂയിഡ് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഫോഴ്സസ് ഏതൊക്കെ ഫോഴ്സുകളാണ് ഫ്ലൂയിഡ് മോഷനിൽ ആക്ട് ചെയ്യുക, ബെർണോളീസ് ഇക്വേഷൻ, യൂളേഴ്സ് ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട അസംഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷനായി ബന്ധപ്പെട്ടിട്ട് വെഞ്ചുറി മീറ്റർ, ഓറിഫേസ് മീറ്റർ, പിറ്റോട്ട് ട്യൂബ്, ഇൻക്ലൂഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, മൊമെന്റ് ഇക്വേഷൻ ആൻഡ് ഫോഴ്സസ് ഇൻ പൈപ്പ് ബെൻസ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നല്ല വലിപ്പമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഉൾട്ടയായി. അതായത് മെക്കാനിക്കലുകാരുടെ 2 മൊഡ്യൂൾസും കൂടെ എല്ലാം കൂടെ ആറ്റി കുറുക്കിയിട്ടാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട്. വി വിൽ സി. പിന്നെ മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുമ്പോൾ ഈ മൊഡ്യൂൾ നമ്പർ 4 പല ടോപ്പിക്കുകൾ ഇതിൽ പഠിക്കാണ്ട്. മൊഡ്യൂൾ നമ്പർ 4 പല ടോപ്പിക്കുകൾ പഠിക്കാണ്ട് പറഞ്ഞാൽ ഫ്ലോ ത്രൂ ഓറിഫേസ് കൂടെ ഉള്ള ഫ്ലോനെ കുറിച്ച് ഇതിൽ പഠിക്കാനുണ്ട്. പൈപ്പിന്റെ ഫ്ലോ ഇതിൽ പഠിക്കാനുണ്ട്. ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോസും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വെയേഴ്സ് എന്ന് പറഞ്ഞ പല ടോപ്പിക്കുകൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കേണ്ട ഏരിയയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലോ ത്രൂ ഓറിഫേസിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. ക്ലിയർ? അതിന് പല കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. പൈപ്പ് ഫ്ലോയിലും അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇവിടെ വരാം. അതുപോലെ നമ്മുടെ ഈ ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ, മേജർ ലോസസ് ഇക്വേഷൻസ് ഉള്ളി. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻസ് മതി, പ്രോബ്ലംസ് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് നോക്കാം.
ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ ഇത് വെറും തിയറി ആയിരിക്കും. ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. നോച്ചസ് ആൻഡ് വെയറിൽ പല നോച്ചസ് ഉണ്ട്, പല വെയർസ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് അറിയേണ്ടി വരും, CD വാല്യൂസിൻ്റെ ഒക്കെ. അതിൻ്റെ പ്രോബ്ലംസും ചിലപ്പോൾ ചോദിച്ചേക്കാം, പക്ഷെ അതിൻ്റെ ഇക്വേഷൻ തന്നെ കുറച്ച് വലിപ്പം കൂടിയതാണ്. ഏതായാലും ഒരു കാര്യം എനിക്ക് ഗ്യാരണ്ടി തരാം, ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മൊഡ്യൂൾ 3ഉം 4ഉം എളുപ്പമാണ്, പക്ഷെ ക്വാണ്ടിറ്റി എന്താണ് കൂടുതലുണ്ട്, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് ഏതായാലും നോക്കാം. നമുക്കത് വലിയ ബുദ്ധിമുട്ട് എന്ന് പറയാനല്ല, പക്ഷെ കുറേ പഠിക്കാണ്ടാവുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവും. ഇനി കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അതേ സിമിലർ പാറ്റേൺ തന്നെയാണ്. ഇന്റേണൽ മാർക്ക് 40 ഉണ്ടാവും, എക്സ്റ്റേണൽ 60 ഉണ്ടാവും. ഇത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇന്റേണലില് 40 മാർക്ക്, എക്സ്റ്റേണല് 60 മാർക്ക്. നിങ്ങൾ പാസ് ആവണമെങ്കിൽ 100-ൽ എത്ര മാർക്ക് വേണം? 50 മാർക്ക് വേണം. അതോടൊപ്പം എക്സ്റ്റേണൽ എക്സാം പാസ് ആവണമെങ്കിൽ 60-ൽ 24 വേണം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾ സബ്ജക്റ്റ് പാസ്സാവുള്ളൂ. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇവിടെ 50 കിട്ടണം, യൂണിവേഴ്സിറ്റി പേപ്പർ 24 ആണ് വേണ്ടെങ്കിൽ, അപ്പോൾ സേഫ്റ്റി മാർക്ക് ഫോർ ഇന്റേണൽ എക്സാം എത്രയാ? ഇന്റേണൽ എക്സാമിന്റെ സേഫ്റ്റി മാർക്ക് എത്രയാ? 26 ആണ്. അതായത് 26ന്റെ താഴേക്ക് ഇന്റേണൽ മാർക്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അത്രയും കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരിക്കലും 26ന്റെ താഴേക്ക് പോകരുത്. ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്ത നിങ്ങൾ 26 കയ്യിൽ വെക്കുകയേ ചെയ്യരുത്. കീപ് ഇറ്റ് ഓൺ 35ന്റെ താഴേക്ക് പോവാതെ ശ്രദ്ധിക്കുക. ക്ലിയർ? ഇനി ആ 35ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, 40 മാർക്കാണ് ഇന്റേണൽ, 10 മാർക്ക് സീരീസ് ആയിട്ട് നിങ്ങൾ നടത്തുന്ന 2 എക്സാമിന്റെ 10 മാർക്ക് വെച്ചിട്ട് 20 ഉണ്ടാവും. അസൈൻമെന്റ് ആയിരിക്കും. പ്രൊജക്ട് പൊതുവെ കോളേജുകൾ കൊടുക്കാറുണ്ടാവാൻ ചാൻസ് ഇല്ല. അസൈൻമെന്റ് സബ്മിഷൻ ആയിരിക്കും, അതും 15. അപ്പൊ നോക്കിയേ, നമ്മളെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് 15 + 10 + 10 പറഞ്ഞാൽ 35 മാർക്ക് നമുക്ക് ഇവിടുന്ന് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ 5 മാർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അറ്റൻഡൻസിന്റെ 5 മാർക്ക്. ചിലപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്ന നമ്മുടെ ടീച്ചർ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തതോ നമുക്ക് പറ്റാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു താല്പര്യം തോന്നാത്ത ആളായിരിക്കാം. ചിലപ്പോൾ വെറും ബോറൻ ക്ലാസ് ആയിരിക്കാം, പലതും ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് വ്യക്തിവിരോധമുള്ള ചില ടീച്ചേഴ്സ് ഉണ്ടാവും. നമ്മളോട് അതുപോലെ വ്യക്തിവിരോധമുള്ള പല ടീച്ചറൊക്കെയാണ് ഒരു സബ്ജക്ട് എടുക്കാൻ വരുന്നെങ്കിൽ ആ സബ്ജക്റ്റിന്റെ കാര്യം കഴിഞ്ഞു. ക്ലിയർ? അപ്പൊ അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ. ഇനി അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ ക്ലാസ് എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല എങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള അർത്ഥത്തിൽ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കെങ്കിലും ചെയ്യാം. കാരണം ആ അറ്റൻഡൻസ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ആ ടീച്ചർ 90% എബവ് അറ്റൻഡൻസ് ഉണ്ടോ എങ്കിൽ 5 മാർക്ക്, 85%ന്റെ മുകളിലാണോ അറ്റൻഡൻസ് ഉള്ളെങ്കിൽ എങ്കിൽ 4 മാർക്ക് മാത്രം. അപ്പോൾ വെറുതെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, ഈ മാർക്ക് കൊണ്ടുപോയി കളയരുത്. കഴിയുന്നതും എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. ഈ 5 മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കുക. അത് 90 ആണോ 95 ആണോ കീപ്പ് ചെയ്യണമെന്നൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ്. അപ്പൊ നിങ്ങൾ തന്നെ അത് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ സെമസ്റ്റർ മാറുമ്പോൾ വേറെ കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതായാലും. ഓക്കെ, അപ്പോൾ 40 മാർക്ക് ഇങ്ങനെയാണ് ഇന്റേണൽസ് ഉണ്ടാവുക. പിന്നെ എക്സ്റ്റേണൽ എക്സാമിന് പതിവ് പോലെ തന്നെ പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും എത്ര ഉണ്ടാവും? 3 മാർക്ക്. നമുക്ക് 4 മൊഡ്യൂളാണ് ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് പാർട്ട് എയിൽ 24 മാർക്സ് ആണ്. പാർട്ട് ബിയിൽ വരികയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യന് 9 മാർക്ക് ആയിരിക്കും. നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് 9 ആണ്. അങ്ങനെ നമ്മൾ 4 മൊഡ്യൂളിലെയും ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 9 × 4 36 ആയിരിക്കും. 36 + 24 വിൽ ഗിവ് us 60. ഓക്കെ, ഈ 9 മാർക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അത് ഒറ്റ ക്വസ്റ്റ്യൻ ആണെന്നില്ല. അത് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ആവാം. ചിലപ്പോൾ മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ വരാം. ക്ലിയർ? ചിലപ്പോൾ 5ഉം 4ഉം ആയിരിക്കാം, ചിലപ്പോൾ 6ഉം 3ഉം ആയിരിക്കാം. ക്ലിയർ? ചിലപ്പോൾ 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് എന്നുള്ള അർത്ഥത്തിൽ സബ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അങ്ങനെ 9 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് നിൽക്കരുത്. ചിലപ്പോൾ അത് 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ വരെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയേക്കാം. അങ്ങനെ ടോട്ടൽ എന്ത് വരും? അതിന് 9 മാർക്ക് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്സ് പൊതുവെ കാണാറുള്ളത്, നമ്മുടെ പൊതുവെ പറയാറുള്ളത് മോഡിയുടെയും സേത്തിൻ്റെയും ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്.
പിന്നെ ജനറലി പൊതുവേ നമുക്ക് ലൈബ്രറികളൊക്കെ കോളേജ് ലൈബ്രറിയിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ബുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ബൈ RK ബെൻസാൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ബുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ട്, തിയറികൾ ഉണ്ട്, അത്യാവശ്യം കട്ടിയുള്ള ബുക്കാണ്. നിങ്ങളൊന്ന് പുതിയത് മേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് ഇനി അത് മേടിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരെങ്കിൽ ഇനി അത്രയും പൈസ ചെലവാക്കണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്ക് മേടിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉറപ്പായിട്ടുണ്ടാവും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ RK ബെൻസാലിന്റെ ബുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ലൈബ്രറിയിൽ ഉണ്ടാവും. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, കാരണം ആരെങ്കിലുമൊക്കെ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുമെന്നുള്ളത് തന്നെ എനിക്ക് അറിയില്ല. ഏതായിരുന്നാലും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സബ്ജക്റ്റിന് ഒരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ മൊഡ്യൂൾ 1ന്റെ പാർട്ട് 1 ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങും. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിന് സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും ഇവിടുന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾറെഡി ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസുകൾ ഉണ്ടാവാം ഇവിടെ, അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ്, നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള നോട്ടും നല്ല ക്ലാസ്സുകളും നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, പൊതുവേ ഉള്ള ഒരു നേച്ചർ, സ്റ്റുഡൻസിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് മാറുന്നതോടുകൂടി ആൾക്കാരുടെ സ്വഭാവം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയർക്ക് മാറുന്നതോടുകൂടി നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ എത്തി. അപ്പൊ നമ്മുടെ കീഴിലൊരു ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു സീനിയോറിറ്റി പോലെ നമുക്ക് തോന്നലും, മാത്രമല്ല കോളേജിന്റെ പല മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തുക നമ്മൾ ഈ സെക്കൻഡ് ഇയർ ആകുമ്പോൾ. എല്ലാ മേഖലകളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നല്ലതുണ്ട്, അതിൽ വേണ്ടാത്ത വൃത്തികെട്ട മേഖലകളുണ്ട്. അങ്ങനെ പല മേഖലകൾക്കും എക്സ്പോസ്ഡ് ആയിട്ട് വരിക ഈ സെക്കൻഡ് ഇയറിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഗ്രാഫ്, സ്റ്റുഡൻസിന്റെ ഗ്രാഫ് ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളവൻ സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുത്തനെ കുറയും. പിന്നെ അതൊരു ബോധ്യം വരെ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് തേർഡ് ഇയറിൽ S5 അല്ലെങ്കിൽ S6 ഒക്കെ എത്തുമ്പോഴാണ് നമുക്കൊരു ബോധം വരിക, നമ്മൾ പഠിക്കണമല്ലോ, നമുക്ക് പഠിച്ചെടുക്കണ്ടേ, നമുക്ക് പാസ് ഔട്ട് ആവാനായി, അടുത്ത ഇയർ കഴിഞ്ഞ് ജോലി നോക്കണം എന്ന ബോധ്യമൊക്കെ വരിക അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ S3 ഇത് എടുത്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, പല സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ പലരും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫുൾ എൻജോയ്മെന്റും കാര്യങ്ങളും സിനിമയും കളികളും ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കും. നിങ്ങൾ ഇങ്ങനെ ഫ്രാങ്ക് ലെക്ചേഴ്സിന്റെ ക്ലാസ്സും കേട്ട് നോട്ട് എടുത്ത് നിങ്ങൾ ഡെസ്പ് അടിക്കാൻ നിൽക്കരുത്. അതിന്റെ ഇപ്പൊ എടുക്കുന്ന ഹാർഡ് വർക്കിന്റെ ഫലങ്ങളൊക്കെ, ബിലീവ് മീ, ഇപ്പൊ എടുക്കുന്ന ഹാർഡ് വർക്കിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വിചാരിച്ച് നിങ്ങൾ ഫുൾ ടൈം ക്ലാസ് കേട്ടിരിക്കുക, ഫുൾ ടൈം അവിടെ കോളേജിലെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഫ്രാങ്ക് ലെക്ചേഴ്സിന്റെ ക്ലാസ് ഓണാക്കുക, ഇതല്ല. കുറച്ച് നമ്മൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, കുറച്ചൊക്കെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യുക. ആ എൻജോയ്മെന്റിന്റെ പരിധി വിടരുത്, അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. ക്ലിയർ? ആ സെക്കൻഡ് ഇയർ വലിയൊരു മാർക്ക്, ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട്, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെ അവസ്ഥകൾ നിങ്ങൾ നോക്കിക്കോ. 80% അല്ലെങ്കിൽ 8 CGPA 9 CGPA കിട്ടിയവരൊക്കെ ചിലപ്പോൾ കാണാം S3 S4 ഒന്ന് കുറയും, അല്ലെങ്കിൽ 6ഉം 7ഉം കിട്ടിയവരൊക്കെ ഒന്നാണ്ട് താഴ്ന്നു വരും. ചിലര് സപ്ലി ഇല്ലാത്ത ആൾക്കാർക്ക് സപ്ലി തുടങ്ങും S3 S4 S5 എന്നൊക്കെ ആകുമ്പോൾ. പലരുടെയും ട്രാക്ക് മാറാനുള്ള ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവും, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ലൈഫ് ഉണ്ടാവും. ട്രാക്ക് മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം നിങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയല്ല നിങ്ങളൊരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് എന്നുള്ള അർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാരണം ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ പോലും നമ്മുടെ കോളേജിൽ നമ്മുടെ സ്റ്റുഡൻസുകൾക്ക് ഉണ്ടായിരുന്ന പല മാറ്റങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പലതും വന്നു പോകുന്നുണ്ട്. അതെല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ടൊന്നും പറയാൻ കഴിയില്ല, പറയാനും പറ്റില്ലാത്ത അവസ്ഥകളുണ്ട് ചിലത്. ഏതായിരുന്നാലും നമ്മുടെ പ്രയാണങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ ചില എന്തൊക്കെയാ സംഭവങ്ങൾ നടന്നിട്ടുള്ളതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്നതുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ.
ഓക്കെ, സോ നമുക്ക് ഏതായാലും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ആ ഒരു ഓട്ടം നമുക്ക് ഒന്നിച്ച് തുടങ്ങാം. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഒരിക്കലും ഈ ഡൗട്ടും കാര്യങ്ങളും അവസാനത്തെ സീരീസ് എക്സാമിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് തൊട്ട് മുന്നേ ആക്കരുത്. ആദ്യമേ കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് വൃത്തിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്ന് വിചാരിച്ച് ഡൗട്ട് നിങ്ങൾക്ക് ഏത് സമയത്തുണ്ടെങ്കിലും ഡൗട്ട് ചോദിക്കുക, മെന്റേഴ്സ് ത്രൂ ഡൗട്ട് ചോദിക്കുക. എനിക്ക് അറിയുന്ന ഡൗട്ട്സ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രയാണം തുടങ്ങാം. അപ്പൊ അടുത്ത വീഡിയോ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂൾ 1ന്റെ പാർട്ട് 1 നമുക്ക് കാണാം. സോ സീ യു ദേർ, ബൈ.